ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വാർക്കയിൽ പൈപ്പ് ഇടുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ചെറിയൊരു തുടർച്ചയായിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ റൂമിൻ്റെ സെൻറ്ററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ജംഗ്ഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ നിന്നും ബ്രാഞ്ചുകളായിട്ടാണ് പോകുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, സൈഡ് ഭിത്തികൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാനേ ഒരു അവസരമുള്ളൂ. കാരണം താഴെ വരുന്നത് ഫുൾ ബീമാണ് വരുന്നത്. അതിൻ്റെ താഴെ വരുന്നതിന് ഭിത്തികൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ബീമിലായിരിക്കും നമ്മുടെ ലൈറ്റ് പോയിൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ സെൻട്രലായിട്ട് റൂമിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ ഒരു ജംഗ്ഷൻ കൊടുത്തു. അവിടെ തന്നെയാണ് ഫാനിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജംഗ്ഷനോട് ചേർന്ന് തന്നെ ഫാനിൻ്റെ ഓപ്ഷൻ കൊടുത്തു, ഹുക്ക് കൊടുത്തു. അപ്പോൾ ഹുക്ക് നിർത്തുന്ന സമയത്ത് തന്നെ കപ്പ് നമുക്ക്, അതായത് ഫാനിൻ്റെ കപ്പ് ആ ഹുക്കിൻ്റെ സൈഡിൽ നിൽക്കാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഹുക്ക് സൈഡിൽ വെച്ച് ക്ലിയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹുക്ക് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹുക്ക് നമ്മൾ അടിച്ച് നിർത്തുന്ന സമയത്ത് പൈപ്പ് പൊട്ടാത്ത രീതിയിൽ കുറച്ച് നീക്കിയിട്ട് വേണം വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഒരു ഇഞ്ചോ 2 ഇഞ്ചോ കുറച്ച് നീക്കിയിട്ടാണ് നമ്മൾ ആ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹുക്ക് എടുക്കുന്ന സമയത്ത് പൈപ്പ് പൊട്ടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, പൈപ്പുകളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ കമ്പികളുടെ സെൻറ്ററിലൂടെയാണ് പോയിരിക്കുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ 2 ലെയർ കമ്പി വരുന്നുണ്ട്. സ്ലാബ് 4 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് ഹൈറ്റ് വരും. അപ്പോൾ ഒരു ലെയർ താഴെയായിരിക്കും കമ്പി വരുന്നത്, ഒരു ലെയർ മുകളിലായിരിക്കും കമ്പി വരുന്നത്. അപ്പോൾ കമ്പികളുടെ എല്ലാം സെൻറ്ററിലൂടെ 2 കമ്പികളുടെ, അതായത് താഴത്തെ ലെയറിൻ്റെയും മുകളിലത്തെ ലെയറിൻ്റെയും സെൻറ്ററിലൂടെ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനുശേഷം നേരെ താഴെ ബീമിൻ്റെ സൈഡിലേക്ക് നമ്മൾ കറക്റ്റ് ടേപ്പ് കാര്യങ്ങൾ അടിച്ചതിന് ശേഷം താഴെ കുത്തി നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ എല്ലാ ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബീമിൻ്റെ ആ സൈഡിലുള്ള ആ കട്ടിങ് അതിൻ്റെ പലകയും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് പൈപ്പ് കിട്ടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എല്ലാ പൈപ്പുകളും നമുക്ക് അത്യാവശ്യം DB വരുന്നുണ്ടാവും, അതുപോലെ തന്നെ സർക്യൂട്ട് വരുന്നുണ്ടാവും, പിന്നെ TVയുടെ ഓപ്ഷൻസ് വരുന്നുണ്ടാവും, ക്യാമറയുടെ ഓപ്ഷൻസ് വരുന്നുണ്ടാവും. ഇതെല്ലാം തന്നെ നമ്മൾ ഈ വാർക്കയുടെ അകത്തേക്കിടെ ഇടാൻ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഭിത്തി ഇല്ലാതെയാണ് ഈ പറയുന്ന ബിൽഡിംഗ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒറ്റ ബിൽഡിംഗ് ആണ് വരുന്നത്. അപ്പോൾ ആ ഏരിയയിൽ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് DB കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. അതല്ലാതെ നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ ഭിത്തിയുടെ ഈ പറയുന്ന കമ്പികളുടെ ഇടയിലൂടെയാണ് നമ്മൾ പൈപ്പുകളെല്ലാം കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, അതങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ ഏറ്റവും സേഫ്റ്റിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലെവലിൽ കണ്ടോ, ഇപ്പോൾ അത്യാവശ്യം പണിക്കാർ കാര്യങ്ങളെല്ലാവരും ഉണ്ട്. അത് നമ്മൾ കോൺക്രീറ്റിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതുപോലെ ചവിട്ടി നടക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളുണ്ട്. കോൺക്രീറ്റ് ഇതിൻ്റെ മുകളിലൂടെ കയറ്റി കൊണ്ടുപോകുന്ന ട്രോളി ഉണ്ടാവും. അപ്പോൾ ഈ പൈപ്പിൻ്റെ മുകളിലൂടെ ഇറങ്ങി പൈപ്പ് പൊട്ടില്ല, ചിലപ്പോൾ ഹൈ ക്വാളിറ്റി ആയതുകൊണ്ട് പൊട്ടാൻ ചാൻസ് ഇല്ല. പക്ഷേ എന്ത് സംഭവിക്കുന്നത്, അത് ഞെങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞെങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്യൂട്ട് കാര്യങ്ങളൊന്നും വലിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പൈപ്പുകളെല്ലാം തന്നെ നമ്മൾ ഈ പൈപ്പിൻ്റെ സെൻറ്ററിലൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് കൊടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ജംഗ്ഷൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ബെൻഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഓഫ്സെറ്റ് അടിച്ചിട്ടാണ് ജംഗ്ഷൻ ഏറ്റവും താഴെ തട്ടിൽ മുട്ടി നീയാണ് നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജംഗ്ഷൻ മുകളിലേക്ക് പൊങ്ങിപ്പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും കോൺക്രീറ്റ് കുത്തിയെടുത്താൽ മാത്രമേ നമുക്ക് പൈപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ വയർ വലിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ജംഗ്ഷൻ ഏറ്റവും താഴെ കണ്ടോ, ആ തട്ടിനോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് വരുന്ന പൈപ്പുകൾ 4 സൈഡിൽ നിന്ന് വരുന്ന പൈപ്പുകൾ ഓഫ്സെറ്റ് അടിച്ച് മാത്രം, ആ ഏരിയ മാത്രം ഓഫ്സെറ്റ് അടിച്ച് അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.